നമസ്കാരം. വാർത്തകളിലേക്ക് സ്വാഗതം. ഊർജ്ജസുരക്ഷ ഉറപ്പാക്കുന്നതിനും നിർണായക ധാതുവിഭവങ്ങളുടെ ലഭ്യത സുഗമമാക്കുന്നതിനും ലക്ഷ്യമിട്ട് ക്വാഡ് രാജ്യങ്ങളുടെ വിദേശകാര്യമന്ത്രിമാർ യോഗം ചേർന്നു. ന്യൂഡൽഹിയിൽ നടന്ന ഈ സുപ്രധാന സമ്മേളനത്തിൽ ഇന്ത്യയുടെ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറാണ് അധ്യക്ഷത വഹിച്ചത്. യു.എസ്. സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ, ജപ്പാൻ വിദേശകാര്യമന്ത്രി തോഷിമിത്സു മൊതെഗി, ഓസ്ട്രേലിയൻ വിദേശകാര്യമന്ത്രി പെന്നി വോങ് എന്നിവരും ഈ നിർണായക ചർച്ചകളിൽ പങ്കെടുത്തു. വളരെ പ്രധാനപ്പെട്ട ചില തീരുമാനങ്ങളാണ് ഈ യോഗത്തിൽ കൈക്കൊണ്ടിരിക്കുന്നത്. നിർണായകമായ ധാതുമേഖലയിൽ സർക്കാർ സ്വകാര്യ പങ്കാളിത്തത്തോടെ $2000 കോടി സമാഹരിക്കാൻ യോഗത്തിൽ ധാരണയായി. ഖനി സംരക്ഷണം, വിതരണ ശൃംഖലയുടെ സുസ്ഥിരത എന്നിവയാണ് ഇതിലൂടെ പ്രധാനമായും ലക്ഷ്യമിടുന്നത്. ഇതിനു പുറമെ ഊർജ്ജ വിതരണം കൂടുതൽ കാര്യക്ഷമമാക്കാൻ ഇന്ത്യ പസഫിക് എനർജി സെക്യൂരിറ്റി എന്ന പുതിയ സംവിധാനത്തിനും ഇതോടൊപ്പം തുടക്കമിട്ടിട്ടുണ്ട്. സമുദ്രഗതാഗത നിരീക്ഷണവും വിവര കൈമാറ്റവും ലക്ഷ്യമിട്ടുള്ള ഇന്ത്യ പസഫിക് മാരിടൈം സർവൈലൻസ് പദ്ധതിയും ഈ യോഗത്തിൽ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. കൂടുതൽ വാർത്തകളും പുതിയ അപ്ഡേറ്റുകളും വേഗത്തിൽ അറിയാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. നന്ദി, നമസ്കാരം.